യുവനടനും ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ മികച്ച മത്സരാർത്ഥിയുമായിരുന്ന ഗബ്രി ജോസിന് വാഹനാപകടത്തിൽ പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ഗബ്രിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരണം തിരക്കിക്കൊണ്ടും എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെ താരം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമായിരുന്നില്ല. അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളും ഫോളോവേഴ്സിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ ഗബ്രിയുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തും അതേ സീസണിലെ തന്നെ മത്സരാർത്ഥിയുമായിരുന്ന ജാസ്മിൻ ജാഫർ. ജാസ്മിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. ജനുവരി 26-ന് ഗബ്രിക്ക് ഒരു അപകടം പറ്റി. നിങ്ങൾ കേട്ട ഇക്കാര്യം ശരി തന്നെയാണ്. അവനിപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. വേഗത്തിൽ സുഖം പ്രാപിക്കാനും ശക്തി പ്രാപിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെയും ഉൾപ്പെടുത്തുക. ആദ്യ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവന്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അവൻ എത്രയും പെട്ടെന്ന് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഓക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തി എല്ലാം തുറന്നു പറയും എന്ന് തന്നെയാണ് ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്റെ ഉറ്റ ചങ്ങാതിയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറിച്ച കുറിപ്പ്. എന്നാൽ ഇന്ന് ഗബ്രിയുടെ പിറന്നാളാണ്. പിറന്നാൾ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഗബ്രി. കൈയൊടിഞ്ഞതിന് ശേഷം കയ്യിലൊരു പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഗബ്രി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. അതിന് താഴെ ഗബ്രി കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇക്കഴിഞ്ഞ ജനുവരി 26-ന് എനിക്ക് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി തന്നെ കഠിനമായ വിശ്രമം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിലൊക്കെ തന്നെയും ഫലം കാണുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഓക്കെയായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നായിരുന്നു ഗബ്രി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ്. നിരവധി പേരാണ് ഗബ്രിക്ക് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടും എത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലൂടെയാണ് ഗബ്രി മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയത്. അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഗബ്രി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു ദുഃഖം തന്നെയാണ്. എങ്കിലും നിരവധി പേരാണ് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടും കമന്റ് ബോക്സിലൂടെയും മെസ്സേജിലൂടെയും എത്തിയിരിക്കുന്നത്. പിണക്കത്തിലായിരുന്ന ജാസ്മിൻ ജാഫറും ഗബ്രിയും ഈ ഒരു അവസരത്തിലാണെങ്കിൽ പോലും ഒന്നിച്ചതിൻ്റെ സന്തോഷം കൂടെ ആരാധകരെല്ലാവരും പങ്കുവെക്കുന്നുമുണ്ട്.